നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പുൽവാമയ്ക്ക് മറുപടിയായി ബലാകോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ എത്ര ആൾനാശമുണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവന്നിട്ടില്ല. ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 200 ഭീകരരുടെ മൃതദേഹങ്ങൾ സ്ഥലത്തു നിന്നും മാറ്റിയതായി പാക് ആക്ടിവിസ്റ്റ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റൊരു പുതിയ വെളിപ്പെടുത്തൽ കൂടി പുറത്തുവന്നിരിക്കുകയാണ്. ആക്രമണം നടന്ന സ്ഥലം പാക് സൈന്യം വളഞ്ഞിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകരെ അടക്കം ആരെയും കടത്തിവിടാത്ത അവസ്ഥ. അതിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാകുന്നുവെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പാക് അധീന കാശ്മീരിൽ നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് പുതിയ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ ജെയ്ഷെ ഭീകര ക്യാമ്പിന് നാശമുണ്ടായിട്ടുണ്ടെന്ന് ബാലാകോട്ടിലെ പ്രദേശവാസികളും പോലീസുകാരും സമ്മതിക്കുന്നതായി ഇന്ത്യ ടുഡേ വാർത്തയിൽ പറയുന്നു. മാത്രമല്ല, പാക് സൈനിക ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബലാകോട്ടിലുള്ള പള്ളിയിലെ ജോലിക്കാരനെ മുഹമ്മദ് നഈം എന്നയാളാണ് ഇന്ത്യ ടുഡേയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 4-5 പാക് സൈനികർ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇയാൾ പറയുന്നു. തനിക്ക് ഇക്കാര്യം ഉറപ്പാണെന്നും ഇയാൾ പറയുന്നുണ്ട്. ജെയ്ഷെ ഭീകര ക്യാമ്പിന് പാക് സൈന്യത്തിന്റെ സുരക്ഷയുണ്ടായിരുന്നുവെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഭീകരരുടെ ക്യാമ്പുകളിൽ പാക് സൈനികരും പരിശീലനം നടത്താറുണ്ടെന്നും പ്രദേശവാസികൾ വെളിപ്പെടുത്തുന്നു. ഫെബ്രുവരി 26 പുലർച്ചെ ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണം നടത്തിയത് ബാലാകോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ മദ്രസയ്ക്ക് നേരെയാണ്. ഓപ്പറേഷൻ പൂർണ്ണ വിജയമായിരുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ എത്ര ഭീകരരെ കൊലപ്പെടുത്താൻ സാധിച്ചു എന്ന വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല. പല ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളത്. ജെയ്ഷെ കേന്ദ്രത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് അവ്യക്തമായി തന്നെ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.